നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അളിയന്റെ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നില്ലേ? ആ, നടക്കുന്നുണ്ട്. എനിക്കും സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങിയേ പറ്റൂ. ഒരു കുഞ്ഞുണ്ടാവാൻ പോവല്ലേ, ഇനിയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. വന്ദനേച്ചിയ എടുക്കണോ? ആ, എടുത്തു നോക്ക്. ഹലോ ചേച്ചി, നീ ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ ഹരിതര വീട്ടിലാ. അവിടെ ജഗനുണ്ടോ? ഉണ്ട് ചേച്ചി. എനിക്ക് ജഗനോടൊന്ന് സംസാരിച്ച കൊള്ളാന്നുണ്ട്, പക്ഷേ ചമ്മല് പോലെ. ജഗൻ അടുത്തുണ്ടെങ്കിൽ ഫോണൊന്ന് കൊടുക്കോ? കൊടുക്കാം. ചേച്ചിയാ. ചേച്ചിക്കൊന്ന് സംസാരിക്കണം എന്ന്. ഹലോ 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 വന്ദന, എനിക്ക് ജഗനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വിരോധമില്ലെങ്കിൽ നാളെ ഞാൻ പറയുന്നിടത്തേക്കൊന്ന് വരുമോ? എന്തിനാ എന്നെ വീണ്ടും തല്ലാനാണോ? അയ്യോ അല്ല. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. ആ, സാരല്ല. വന്ദന പറഞ്ഞോ, ഞാൻ എവിടേക്കാ വരേണ്ടത്? ഭാരത് നഗറില് കോളേജിലോട്ട് തിരിയുന്ന റോഡിന്റെ ഭാഗത്ത് നിന്നാ മതി. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ അവിടെ വരാം. ആ ശരി, കൃത്യം 10 മണിക്ക് ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ. ഇന്നലെ സംഭവിച്ച കാര്യങ്ങളില് വന്ദനേച്ചിക്ക് ശരിക്കും വിഷമമുണ്ട്. ഇത്രയും അപ്സെറ്റായി ചേച്ചി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നാളെ ഞങ്ങൾ തമ്മിൽ കാണുന്നുണ്ട്. വന്ദനയ്ക്ക് ഒരു കുറ്റബോധവും തോന്നാത്ത തരത്തില് ഞാൻ സംസാരിച്ച് സമാധാനിപ്പിച്ചോളാം. അതു മതി. വന്ദനേച്ചിക്ക് ചിലപ്പോഴൊക്കെ കൊച്ചുകുട്ടികളുടെ മനസ്സാ. കാര്യമില്ലാത്ത കാര്യത്തിന് കയറി ദേഷ്യപ്പെട്ടെന്ന് വരും. അളിയൻ ക്ഷമിക്കണം. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ജന്മമാ എന്റെ ചേച്ചിയുടേത്. അതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടി ഞാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. തുറന്ന് സംസാരിച്ചാൽ പരിഹരിക്കാനാവാത്ത ഒരു കാര്യമില്ല ഈ ഭൂമിയിൽ. അളിയനെത്തുകയല്ലേ, ഞാനിപ്പോ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.